അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഗണേഷ് കുമാറിന് ആശ്വാസം. വിൽപത്രത്തിലെ ഒപ്പ് ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷാ മോഹൻദാസ് ആയിരുന്നു പരാതിക്കാരി. അർജുൻ ഈ സ്വത്ത് തർക്കം കൊട്ടാരക്കര മുൻസിഫ് കോടതിയിൽ എത്തിയതോടെയാണ് ഈ ഫോറൻസിക് റിപ്പോർട്ട് തേടിയത്. ഒടുവിൽ ഗണേഷ് കുമാറിന് ആശ്വാസം. വിവരങ്ങൾ സേതു, ഏറ്റവും പ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള രേഖ അത് ഫോറൻസിക്കിന്റെ റിപ്പോർട്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജമായി രേഖകൾ ചമച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്തിമമായി തീർപ്പ് കൽപ്പിക്കേണ്ടത് ഫോറൻസിക് സംഘമായിരുന്നു. അതിൽ പക്ഷേ ഗണേഷ് കുമാറിന് അനുകൂലമായിട്ടാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഈ കത്ത് ഈ ഒപ്പ് ഏതെങ്കിലും തരത്തിൽ വ്യാജമായി ഉണ്ടാക്കിയതല്ല, ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ് ഈ വിൽപത്രത്തിലെ ഒപ്പുകളെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ അത് വ്യാജമല്ല, അത് ഏതെങ്കിലും തരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയതല്ല, ആർ ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണ് ഒപ്പ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അത് ഗണേഷ് കുമാറിന് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സ്വത്തുക്കളിൽ ഏറെയും ഗണേഷ് കുമാറിനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഗണേഷ് കുമാർ തന്നെ വ്യാജമായി ഒപ്പിട്ടതാണ് അച്ഛൻ്റെ പേരിലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മകൾ കോടതിയെ സമീപിച്ചിരുന്നത്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീർപ്പ് എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തു നിന്നാണ്. കോടതിയിൽ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഗണേഷ് കുമാറിന് അനുകൂലമാകുന്ന തരത്തിലേക്കായിരിക്കും ഈ വിധി വരാനുള്ള സാധ്യത ഉള്ളത്. ഇക്കാര്യത്തിൽ ആർ ബാലകൃഷ്ണപിള്ള വയ്യാതെ കിടക്കുന്ന, അതായത് അവശനായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ തരത്തിൽ വിൽപത്രം എഴുതുന്നത്. അത് പക്ഷേ അവിടുത്തെ കാര്യസ്ഥന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നത്. പിന്നീട് ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷമാണ് വിൽപത്രം മറ്റുള്ളവർ കാണുന്നത്. ആ സമയത്താണ് മകൾ ഈ തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഗണേഷ് കുമാറിനാണ് കൂടുതൽ സ്വത്തുക്കളും എഴുതി വെച്ചിരുന്നത് അച്ഛൻ. അതുകൊണ്ട് തന്നെ ഇത് ഗണേഷ് കുമാർ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, വ്യാജ ഒപ്പാണ് അച്ഛൻ്റെ പേരിൽ ഇട്ടതെന്നായിരുന്നു അവരുടെ ആരോപണം. ഒരു ഘട്ടത്തിൽ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം വൈകുന്നതിന് പോലും ഈ ആരോപണം വഴിവെച്ചിരുന്നു. പിന്നീട് ഇടതുമുന്നണിയുടെ ധാരണ പ്രകാരമാണ് 2.5 വർഷത്തിന് ശേഷം ഗണേഷ് കുമാറിന് മന്ത്രിയാകാൻ പോലും കഴിഞ്ഞത്. മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടായിരുന്നു സഹോദരി പരാതി നൽകിയത്. അച്ഛൻ്റെ പേരിൽ ഗണേഷ് കുമാർ സ്വത്ത് തട്ടിയെടുക്കുന്നു എന്നായിരുന്നു അവരുടെ ആരോപണം. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി വൈകാതെ എത്തും. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള തരത്തിലായിരിക്കാനുള്ള സാധ്യത കോടതി വിധി അതിന് അനുകൂലമാകുന്ന ഒരു റിപ്പോർട്ടാണ് ഫോറൻസിക് സംഘം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ശരി അർജുൻ.